ഹായ് സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ടോപ്പിക് കൂടി ഇതിൽ നോക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു ഇൻപുട്ട് മാത്രം വാരി ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് ഡിമിനിഷിങ് മാർജിനിൽ നമ്മൾ കൊണ്ടുവന്ന ലോ ഓഫ് ഡിമിനിഷിങ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേൽ പറഞ്ഞത്, അല്ലെങ്കിൽ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്, രണ്ടാമത്തേൽ പറഞ്ഞത് എല്ലാ ഇൻപുട്ടിനെയും നമ്മൾ എന്താക്കുന്നുണ്ട്, വേരിയബിൾ ആക്കുന്നുണ്ട്. ഇനി ഇതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വെച്ചിട്ട് പറയുന്ന അടുത്തൊരു കാര്യമാണ് രണ്ട് വേരിയബിൾ ഇൻപുട്ട്. നമ്മൾ എടുക്കുന്ന ഇൻപുട്ടിൽ രണ്ടെണ്ണത്തിനെ മാത്രം വാരി ചെയ്യുന്നു. അതിനാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ടു വേരിയബിൾ ഇൻപുട്ട് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ഐസോക്വാൻസ്. ഐസോക്വാണ്ട് അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം. 2 മാർക്സിന് വാട്ട് ഡു യു മീൻ ബൈ ഐസോക്വാണ്ട്. ഐസോക്വാണ്ട് പറഞ്ഞാൽ ഐസോ എന്ന് പറയുന്നത് ഈക്വൽ എന്നുള്ളതും ക്വാണ്ട് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈക്വൽ പ്രൊഡക്റ്റ്. സോ ഐസോക്വാൻസ് എന്ന് പറയുന്നത് കർവുകളാണ്. ഇവിടെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടുകൾ. ഇൻപുട്ട് പല കോമ്പിനേഷനിലും ഔട്ട്പുട്ട് എന്താണ്, പെർട്ടിക്കുലർലി സെയിം ആയതുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. ഐസോ ക്വാണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി, ഇൻപുട്ട് പല കോമ്പിനേഷനിൽ എടുക്കുക, ഔട്ട്പുട്ട് സെയിം ആയിരിക്കുക. ഈ കാര്യമാണ് ഓർക്കണം. ഈ ഒരൊറ്റ ചിത്രം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. കാരണം ഔട്ട്പുട്ട് നോക്കൂ, ഇവിടെ എല്ലാം 1000 ആണ്. ആ 1000 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ കോമ്പിനേഷൻ ഉപയോഗിക്കാം? ABCDE എന്ന് പറയുന്ന ഇത്രയും 2, 4, 5 കോമ്പിനേഷനിൽ ഉപയോഗിച്ചാലും ഔട്ട്പുട്ട് സെയിം ആയിട്ട് കിട്ടുക. ആദ്യത്തെ കോമ്പിനേഷൻ പറയുമ്പോൾ എന്താണ്, നമ്മൾ 20 യൂണിറ്റ് ലേബറും 1 യൂണിറ്റ് ക്യാപിറ്റൽ എടുത്താലും 1000 കിട്ടും. രണ്ടാമത്തെ കോമ്പിനേഷനിൽ 15 യൂണിറ്റ് ലേബറും 2 യൂണിറ്റ് ക്യാപിറ്റൽ എടുത്താൽ അപ്പം ഇതിൽ തന്നെ മനസ്സിലായി എന്താ നമ്മൾ ചെയ്യുന്നത്. രണ്ട് വേരിയബിളുള്ള ഇൻപുട്ട് എടുക്കുന്നു, അതേപോലെ ഔട്ട്പുട്ട് സെയിം ആയിട്ട് കാണിക്കുന്നു. ഇതിനെയാണ് ഐസോക്വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത്, എനി പോയിന്റ് ഓൺ ദ ഐസോക്വാണ്ട് റെപ്രസെൻറ്റ്സ് ഓർ ഈൽഡ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഐസോക്വാണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഏത് ലെവൽ ഓഫ് ഇൻപുട്ട് എടുത്താലും സെയിം ലെവൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഐസോക്വാണ്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്യാം. ഇനി ഇവിടെ ചോദിക്കാറുള്ളത് ഐസോക്വാണ്ടിന്റെ അസംഷൻസ്. എന്തുകൊണ്ട് അതിങ്ങനെ പറ്റുന്നത്? അതിൽ 2 ഇൻപുട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആകെ 2 ഇൻപുട്ട് ഉണ്ടായിരിക്കുള്ളൂ. ആ 2 ഇൻപുട്ട്സും എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഒന്നിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ലേബർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റലിലെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഒന്നിന് പകരമായിട്ട് മറ്റൊന്നുകൾ കൂട്ടുന്നത്. ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഐസോക്വാണ്ടിന്റെ കർവ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് 2 ഇൻപുട്ട്. 2 ഇൻപുട്ട് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നോ ആ എക്സ്റ്റെൻറ്റിലായിരിക്കും ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം ഇതിൽ പഠിക്കുക. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഐസോക്വാണ്ടിന്റെ പ്രോപ്പർട്ടീസ്. ഐസോക്വാണ്ടിനെ കുറിച്ച് എന്താണ് ഐസോക്വാണ്ട് പഠിക്കുക, അസംഷൻ പഠിക്കുക, പ്രോപ്പർട്ടി പഠിക്കുക. 7 പ്രോപ്പർട്ടികൾ അതിലുള്ളത്. പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഐസോക്വാണ്ട് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. മുകളിൽ നിന്ന് താഴേക്കാണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നുണ്ടാവുക. അതും റൈറ്റിലേക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഹയർ ഐസോക്വാണ്ട് എപ്പോഴും ലാർജർ ഔട്ട്പുട്ടിനെയാണ് കാണിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ ഒരു ഐസോക്വാണ്ടുകളും പരസ്പരം ടച്ച് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത് പറഞ്ഞ ഐസോക്വാണ്ട് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഇനി എന്താ, പരസ്പരം അത് പാരലൽ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ ഒരു വളവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരേപോലെ അത് പോയിക്കൊള്ളണമെന്നില്ല. ഐസോക്വാണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കോൺവെക്സ് ടു ദ ഒറിജിനെ അത് കോൺവെക്സിലായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. ഒരു ഐസോക്വാണ്ടും പരസ്പരം ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല. കാരണം 2 ആക്സിസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൈയും എക്സും. അവിടെ തൊടുന്നേ ഇല്ല ഒരു ഐസോക്വാണ്ടുകളും. അതേപോലെ ഐസോക്വാണ്ട് ഹാവ് നെഗറ്റീവ് സ്ലോപ്പും അതിനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐസോക്വാണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഐസോക്വാണ്ട് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ് ആണ്. ഹയർ ഐസോക്വാണ്ട് പറഞ്ഞാൽ ലാർജർ ഔട്ട്പുട്ടാണ്. ഒരു ഐസോക്വാണ്ടും ഇന്റർസെക്ട് ടച്ച് ചെയ്യുന്നില്ല, ആക്സിസിൽ തൊടുന്നില്ല, പാരലൽ ടു ഈച്ച് നീ നോട്ട് ബി പാരലൽ ആയിക്കൊള്ളുന്നില്ല, അത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, അതേപോലെ നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഐസോക്വാണ്ടിനെ കുറിച്ച് പഠിച്ചാൽ മതി. നെക്സ്റ്റ് ചോദിക്കാവുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഐസോകോസ്റ്റ് കർവ് എന്താന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഐസോ ഈക്വൽ കോസ്റ്റ് വരുന്ന ചെലവ്. അപ്പോൾ ഇൻ ഓർഡർ ടു സെലക്ട് ദ optimum quantity of 2 input, the firm has to consider the quantities and their prices. 2 ഇൻപുട്ടിനെ നമ്മൾ ഒരേപോലെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അതിൻ്റെ പ്രൈസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് ആ ഫേം എത്ര രൂപ വരെ
അതിൻ്റെ ആ ഒരു രണ്ട് തിങ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ റെഡിയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ് വിച്ച് എ ഫേം ക്യാൻ ബൈ അറ്റ് എ ഗിവൺ പ്രൈസ് വിത്ത് എ ഗിവൺ എമൗണ്ട് ഓഫ് മണി. അതിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗിവൺ പ്രൈസിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ എടുക്കുന്ന ആ ഒരു ലൈനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാം ഓൾ ദ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കോമ്പിനേഷൻ ഏതാ? ഒന്ന് ലേബറും ഒന്ന് ക്യാപിറ്റലും അല്ലേ. അപ്പോൾ അതിൻ്റെ ഏത് തരത്തിലുള്ള കോമ്പിനേഷനും ദാറ്റ് ദ ഫേം ക്യാൻ പർച്ചേസ് വിത്ത് എ ഗിവൺ ഔട്ട്ലേ ആൻഡ് എ ഗിവൺ പ്രൈസ്. ആ തന്നിരിക്കുന്ന പ്രൈസിൽ ആ ഒരു ഗിവൺ ഔട്ട്ലേയിൽ ഒരു ഫേമിന് അതിൻ്റെ ലേബറിനെയും ക്യാപിറ്റലിനെയും ഏതൊക്കെ കോമ്പിനേഷനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നോ അതിനെ തന്നെയാണ് ഐസോ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. അത് മാത്രം അവിടെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോങ് റണ്ണിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ വെൻ സെയിൽ ഓഫ് എ പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, നമ്മളൊരു വളരെ കുറേ കാലത്തേക്കുള്ള ഒരു ഡെസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? കൂടിക്കൊണ്ടേയിരിക്കും. കാരണം 1 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക് എടുക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫേം ഗെറ്റ്സ് എക്കണോമീസ് ഓഫ് സ്കെയിൽ അപ് ടു എ പോയിന്റ്. അപ്പോൾ ആ ഒരു ഫേമിന് ഈ ഒരു എക്കണോമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിതമായ ലെവലിൽ പോവുക എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ പറ്റുള്ളൂ. അപ്പോൾ എക്കണോമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ കോസ്റ്റ് അഡ്വാൻറ്റേജ്. നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഇതേ കോസ്റ്റ് അല്ല നമ്മൾ 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുമ്പോഴും 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുമ്പോഴും വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രമാണ് നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുള്ളൂ. എക്കണോമീസ് ഓഫ് സ്കെയിൽ ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. എപ്പോഴും ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുക. അപ്പോൾ ഇതിന് 2 തരത്തിലുള്ള എക്കണോമീസ് ആണുള്ളത്. ഒന്ന് ഇന്റേണൽ എക്കണോമീസും ഉണ്ട്, എക്സ്റ്റേണൽ എക്കണോമീസും ഉണ്ട്. എന്താണ് ഇന്റേണൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a firm expand its size or scale of operation, certain cost advantage accrue to the firm. ഒരു ഫേം അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനോ സൈസ് ഒന്ന് കൂട്ടാനോ ഒക്കെ തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ചില സമയങ്ങളിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് ഇന്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. കാരണം ഇത് അവൈലബിൾ ആവുന്നത് ഒരു ഫേമിന് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്റേണൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. അതും എവിടെ നിന്നാണ് കിട്ടുന്നത്? വിത്തിൻ ദ ഫേം. അത് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് കിട്ടുകയാണെങ്കിൽ, വിത്തിൻ ദ ഫേം വെൻ ഇറ്റ് എക്സ്പാൻഡ്സ് സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, അതിനെയാണ് ഇന്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്കണോമീസ് തന്നെയാണ്. പക്ഷെ അത് ജനറേറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് അത് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇന്റേണൽ എക്കണോമി വരുമ്പോൾ വെൻ എ ഫേം റെഡ്യൂസസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഫേമിന് പരമാവധി ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും പറ്റും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇന്റേണൽ എക്കണോമി ഉണ്ട്? ഒന്ന് ടെക്നിക്കൽ ആയിട്ടുള്ള എക്കണോമീസ്. കാരണം ഫേം അതിൻ്റെ എക്സ്പാൻഡും സൈസും കൂട്ടുമ്പോൾ നമുക്ക് ബെറ്റർ പ്ലാൻസും മെഷീനറി എക്യുപ്മെൻറ്റ്സും ഒക്കെ അതിനനുസരിച്ച് വരും. അപ്പോൾ ഇതൊക്കെ സുപ്പീരിയർ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്ന എക്കണോമീസ്, ഒന്ന് ടെക്നോളജിയാണ്, ടെക്നിക്കൽ എക്കണോമിയാണ്. 2 മാനേജീരിയൽ എക്കണോമിയാണ്. അതായത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാനേജീരിയൽ എക്സ്പേർട്ടുകളെയൊക്കെ വെക്കുക, അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാനും സെയിൽസും അക്കൗണ്ട്സും ഒക്കെ നോക്കാൻ വേണ്ടി. അതൊക്കെ ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ കൊമേഴ്ഷ്യൽ എക്കണോമി നോക്കുക. കൊമേഴ്ഷ്യൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫേമിനെ സംബന്ധിച്ചോളം ബൾക്ക് ക്വാണ്ടിറ്റിയിലൊക്കെ ആയിരിക്കും റോ മെറ്റീരിയലൊക്കെ വേണ്ടി വരിക. അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് കുറേ വർഷത്തേക്ക് സ്ഥിരമായി ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അവിടെയൊക്കെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ക്വാണ്ടിറ്റി ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുക. ചില ഫേമിനൊക്കെ അവരുടെ തന്നെ റെയിൽവേ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിക്കൊക്കെ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേമിൻ്റെ ഉള്ളിൽ നമ്മൾ, അതായത് ബിസിനസ് എൻലാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ടെക്നോളജി മാറ്റം വരുമ്പോൾ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുക. അതുപോലെ തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊണ്ടുവരിക. പിന്നെ കൊമേഴ്ഷ്യലി നമുക്ക് ബൾക്ക് പർച്ചേസൊക്കെ നടത്തുമ്പോൾ ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടുക. മാർക്കറ്റിംഗ് എക്കണോമി. ഈ മാർക്കറ്റിംഗ് എക്കണോമി പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഫേം സെല്ല് ചെയ്യുക. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വെച്ച് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ് പറയുന്നത്. കാരണം അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടൊക്കെ വലിയ ലാർജ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അഡ്വർടൈസ് എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് സെയിൽസ് അവിടെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പാക്കേജിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും ലാർജ് ഫേമിന് ഉണ്ടായിരിക്കുക.
ആ റെപ്യൂട്ടേഷൻ കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം അവർക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഫിനാൻഷ്യൽ എക്കണോമിയാണ്. ഫിനാൻഷ്യൽ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ ബേസ് ചെയ്ത്, കാരണം ഇവർക്ക് വളരെ ഫേവറബിൾ ടേമിലൊക്കെ എളുപ്പത്തിൽ കടം കിട്ടും. ഏത് ബാങ്കിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇവർക്ക് പെട്ടെന്ന് ലോൺ കൊടുക്കാൻ റെഡി ആയിരിക്കുന്നതാണ് പറയുക. കാരണം ഇവരിൽ ഹ്യൂജ് റിസർവുകൾ ഉണ്ടാവും, എമർജൻസി വന്നാലും അവർക്ക് ആ റിസർവ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഇവർക്ക് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമി, കാരണം ബിഗർ ഫേംസ് ഒക്കെ ആയിരിക്കുമ്പോൾ ബെറ്റർ പൊസിഷൻ ആയിരിക്കും, അതിനനുസരിച്ച് റിസ്ക്കും സ്പ്രെഡ് ചെയ്യും. പക്ഷേ ആ റിസ്കിനെയൊക്കെ അവർക്ക് ഒരു പരിധി വരെ ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നുള്ളതാണ് പറയുന്നത്. കാരണം വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു നഷ്ടം വന്നാലും ബാക്കിയുള്ള പ്രൊഡക്റ്റ് വെച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന വെൽഫെയർ എക്കണോമിയാണ്. കാരണം ഒരു ഫേമിന് അവർക്ക് നല്ല രീതിയിൽ തന്നെ എംപ്ലോയീസിന് സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റുക, കാരണം സബ്സിഡിയിൽ ഹൗസിങ്ങും ക്യാൻറ്റീനും ക്രഷും ബേബീസ് വിമൻ വർക്കേഴ്സും റിക്രിയേഷൻ ഫെസിലിറ്റി ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകം. അപ്പോൾ എന്താണ് എക്കണോമി എന്ന വേർഡ് കൊണ്ടും എക്കണോമീനെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമുക്ക് ആ ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിതിൻ ദ ഫേമിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇനി എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുമ്പം ഫേം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടും, പുറത്തു നിന്നുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇതിനെയാണ് എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. ഡ്യൂ ടു എക്സ്പാൻഷൻ, ആ ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പുറമേ നിന്ന് അവർക്ക് കുറേ ബെനിഫിറ്റുകൾ കിട്ടുന്നതിനെയാണ് എക്സ്റ്റേണൽ എക്കണോമി എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഗ്രോത്തും ഇൻഡസ്ട്രിയുടെ ഒക്കെ അതിനെ ബേസ്, അപ്പോൾ പെക്യൂനിയറി എക്കണോമീസ് എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എക്കണോമീനെ പറയുന്ന ഒരു പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റിയൽ എക്കണോമി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റേ എക്സ്റ്റേണൽ എക്കണോമിനെ അറിയപ്പെടുന്ന പേരാണ് പെക്യൂനിയറി എക്കണോമി എന്ന്. അപ്പോൾ ഒരു ഫേം എൻലാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിൽ ഒന്ന് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഒക്കെ അവരുടെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കോമൺ ബെനിഫിറ്റുകൾ കിട്ടും. കാരണം ട്രാൻസ്പോർട്ട് സിസ്റ്റം വരിക, ഗ്രോത്ത് ഉണ്ടാവുക, ബാങ്കിങ് സർവീസ്, മാർക്കറ്റിംഗ്, ബെറ്റർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കിട്ടുക, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, ട്രെയിനിങ് ഫെസിലിറ്റി, അതെല്ലാമാണ് പുറത്തുനിന്ന് കിട്ടുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻസ് എക്കണോമീസ്, ഇൻഫർമേഷൻ ഇൻഡസ്ട്രി ഒക്കെ കൂടുന്തോറും എന്താണ് കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ ഒന്നിച്ച് കിട്ടാനും അതുവഴി നമുക്ക് റിസർച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്കിവിടെ റിസർച്ച് സെൻറ്റേഴ്സ് വരിക, ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവും. എക്കണോമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ, ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ മ്യൂച്വലി അഗ്രി ടു ഡിവൈഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ് എമംഗ് ദംസെൽസ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പല കമ്പനികളും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരികയും പരസ്പരം അവർക്ക് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഓരോ ഫേമും സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രൊഡക്ഷനിൽ ഓരോ ഐറ്റത്തിലായിരിക്കും അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരു സൈക്കിൾ ഇൻഡസ്ട്രി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പെർട്ടിക്കുലർ പ്ലേസ് ആയിരിക്കും. ചില ഫേമുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതിൻ്റെ ചെയിനിലായിരിക്കും, അല്ലെങ്കിൽ ചിലത് പെഡലിലായിരിക്കും, റിമ്മിൽ, ഹബ്ബിൽ. അപ്പോൾ ഇതിനാണ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. പലരും ഇപ്പോൾ സൈക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും അവരെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്നത് വെവ്വേറെ കാര്യങ്ങളിലാണ്, പക്ഷേ ഇതെല്ലാം ഒന്ന് ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഡിസ്ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുക. പിന്നെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം സൊസൈറ്റിന് ഏറ്റവും കൂടുതൽ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പം ബെനിഫിറ്റഡ് ആവുന്നത്, കാരണം അവിടെ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കാൻ പറ്റും, കൂടുതൽ ഇൻകം വരും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ അവിടെ കൂടും. അപ്പോൾ കൂടുതൽ ലോക്കലൈസ്ഡ് ഏരിയ ഒക്കെ ഇൻഡസ്ട്രിയലി ലോക്കലൈസ്ഡ് ആയി മാറുക എന്നാണ് പ്രത്യേകത. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എക്കണോമി. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്തിനാണ് ഡിസ്എക്കണോമി എന്ന് പറയുക. കാരണം നമുക്ക് അറിയാൻ പറ്റും ഏതും അധികമായാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കുറേ കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പറഞ്ഞ റോ മെറ്റീരിയൽ നമുക്കൊരു പരിധിയിൽ കവിഞ്ഞ് വാങ്ങി വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള ടെക്നോളജി ആയാലും ഇതിലിപ്പം നമുക്ക് ഗുണമുണ്ട് എന്ന് പറഞ്ഞ ഏത് കാര്യവും ഗുണമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് നമുക്ക് യൂസ് ചെയ്താൽ അത് നെഗറ്റീവായി നമ്മളെ ബാധിക്കും. അതിനെയാണ് ഡിസ്ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേം അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സർട്ടൺ ലിമിറ്റ് വരെ എക്കണോമീസ് ഓഫ് സ്കെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഡിസപ്പിയർ ആവും. അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പിന്നെ ഏത് തുടങ്ങും, അവിടുന്ന് ഡിസ്ഇക്കണോമി ആയിട്ട് അവിടെ തുടങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ഇക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമിയുടെ ഡിസഡ്വാൻറ്റേജിനെയാണ് ഡിസ്ഇക്കണോമി എന്ന് പറയുക. A disadvantage which a firm faces when the scale of production is expanded beyond a certain level. ഒരു പെർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഫേമിന് തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് ദോഷവശങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരിക. അതിനെയാണ് ഡിസ്എക്കണോമി എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻറ്റേർണലായിട്ട് ഫേമിന് വരുന്ന ഡിസ്എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ ഡിസ്എക്കണോമി ആയിട്ട് പറയുക. അവിടെ നമ്മൾ മാനേജറൽ ഡിസ്എക്കണോമി പറഞ്ഞു.
അവിടെ നല്ല സ്കിൽഡായ എംപ്ലോയീസിനെ വെക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള മാനേജർ എഫിഷ്യൻസി ഡിക്ലൈൻ ചെയ്യും. കാരണം അത് ഓവർലോഡഡ് ആവുകയാണ്. അവിടെ ഡിസിഷനൊക്കെ കൂടുതൽ ഡിലേ വരും. അതേപോലെ തന്നെ റെഡ് ടേപ്പീസ് ഉണ്ടാവുക, ഒരു ടൂ മച്ച് ഗ്രോ ഒക്കെ ഉണ്ടായ കോർഡിനേഷനും സൂപ്പർവിഷനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ ഒരു എക്കണോമി പഠിക്കുമ്പോൾ എക്കണോമിയുടെ ഇൻറ്റേർണലും എക്സ്റ്റേണലും എന്താണോ അത് തന്നെയാണ് ഡിസ്ഇക്കണോമിയുടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ ടെക്നിക്കൽ ഡിജിറ്റൽ എക്കണോമി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വരുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരുപാട് വരുന്ന സമയത്ത് ആക്സിഡൻസും ബ്രേക്ക് ഡൗണും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ കോസ്റ്റ് കൂടും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൂടുക. പിന്നെ നല്ല ഹൈഫൈ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അത്രയും എക്സ്പേർട്ടുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അവരെ വേണ്ട വിധത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയൊക്കെ അപ്പോൾ കോസ്റ്റ് കൂടാനുള്ളൊരു സാധ്യത കൂടി വരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ പറഞ്ഞു, ബാങ്കുകാരൊക്കെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോൺ കൊടുക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ വരുമ്പോൾ കടം വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അവിടെ കൂടുകയാണ്. അത് ആ ഒരു ടെൻഡൻസി കൂടുമ്പോൾ ബാങ്കിന് ഓട്ടോമാറ്റിക് കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ ഒരു കടക്കെണിയിൽ വരാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. പിന്നെ റിസ്കിനെയൊക്കെ അവർക്ക് ഒരു പരിധിവരെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും അവിടെ എന്താണ്, എന്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും റിസ്ക് നമുക്ക് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം റിസ്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ലേബേഴ്സൊക്കെ ഒരു സ്ട്രൈക്കോ ലോക്കൗട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം അത് നമ്മുടെ സ്ഥാപനത്തിനെ ബാധിക്കും. ആ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അത് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യും പെർഫോമൻസും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവാനും ഒരു ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് ഇൻറ്റേർണലി വരുന്ന പോരായ്മകൾ. ഇനി എക്സ്റ്റേണലി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എക്കണോമീസിൽ എക്സ്റ്റേണലി എന്തൊക്കെ പറഞ്ഞു, നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറേ ഡെവലപ്മെൻറ്റ്സ് വരുന്നു പറഞ്ഞു. പക്ഷേ ആ ഡെവലപ്മെൻറ്റ്സ് ഒരു പരിധി കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഡിസ്എക്കണോമി ആയി പറയും. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഒരു കാരണമാണ്. കൂടുതലായിട്ടുള്ള ഫേമുകൾ ഒരു ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പം അവിടെ കൂടുതൽ ട്രാഫിക് സിസ്റ്റം പ്രഷറായി മാറുകയാണ്. ട്രാഫിക് ജാമുകൾ ഉണ്ടാവുക, അതൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറുക. കൂടുതൽ ഇൻഡസ്ട്രിയലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതൽ അവിടെ ഫോക്കസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനും അയക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടും. കൊമേഴ്ഷ്യലി നമുക്ക് ഡിസ്ഇക്കണോമി വരുന്നതെന്ന് വെച്ചാൽ അവരുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് പ്രൈസും ആ ലാൻഡിനൊക്കെ പ്രൈസ് കൂടുക, മെറ്റീരിയലിനും ലേബറിനും ഒക്കെ അവിടെ വില കൂടുന്ന അവസ്ഥയിൽ. കാരണം അതില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വില അവിടെ കൂടുന്നു. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വില കൂടുക, അതുപോലെ സ്കെയർസിറ്റി, ഫ്യൂവലിനും ഇലക്ട്രിസിറ്റിക്കും വാട്ടറിനും ഒക്കെ ഒരു ദൗർലഭ്യം തന്നെ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വേറൊരു കൊമേഴ്ഷ്യലായിട്ട് ഡിസ്എക്കണോമി വരുന്നത്. ഫിനാൻഷ്യലി ഡിസ്എക്കണോമി പറഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പാൻഡിനുമായിട്ട് ഒരു പ്രഷർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിൽ വരികയാണ്. കാരണം അവർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ലാർജ് എക്സ്പാൻഡിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് ഒക്കെ ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരിക. മാർക്കറ്റിങ്ങിൽ വരുന്നത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെല്ലെ മെല്ലെ ഫേമുകൾ അവർ അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് എത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഫേം റിസോർട്ട് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസൊക്കെ ചിലപ്പം ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഹെവി എമൗണ്ടൊക്കെ അഡ്വർടൈസ്മെൻറ്റിന് കൂടുതലായി കൊടുക്കേണ്ടി വരും, സെയിൽ പ്രൊമോഷൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ കോസ്റ്റ് നമുക്ക് കൂടുകയാണ്. പിന്നെ സോഷ്യൽ ഡിസ്എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫേമിനെ മാത്രമല്ല പബ്ലിക്കിനെ കൂടി അത് ബാധിക്കും. ഏറ്റവും വലിയ ഡിസ്എക്കണോമി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുക, അവിടുത്തെ വെള്ളത്തിന്, അതേപോലെ തന്നെ വായു മലിനീകരണം, ട്രാഫിക് കൺജഷൻ ഉണ്ടാക്കുക, ഒരുപാട് പ്രോബ്ലംസ്, കോസ്റ്റ് ഓഫ് ലിവിങ് അപ്പോൾ അവിടെ കൂടുക, അവിടുത്തെ ലാൻഡിനൊക്കെ വില കൂടിപ്പോവും, ബിൽഡിങ്ങിനൊക്കെ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് അവിടെ മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ അതിനൊക്കെ ഒരു ദൗർലഭ്യം അനുഭവപ്പെടുക. പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് വൻതോതിൽ ഇൻക്രീസ് ആവും, കാരണം ഹെവി അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഐസോകോണ്ട് എന്താണ്, അസംഷൻ പഠിക്കുക, ഫീച്ചേഴ്സ് പഠിക്കുക, ഐസോ കോസ്റ്റ് കർവ് എന്താണെന്ന് മാത്രം നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിലും ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിലും അതിൻ്റെ തന്നെ ഇൻറ്റേർണലും എക്സ്റ്റേണലും പഠിക്കുക. ഇത്രയും കാര്യം പഠിച്ചാൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിലെ എക്സാമിനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്